LDF UDF വിട്ടുകൊണ്ട് 24 കുടുംബങ്ങളാണ് ഒറ്റയടിക്ക് ഇപ്പോൾ BJP-യിലേക്ക് ചേർന്നിരിക്കുന്നത് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ BJP കുമാരപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് 24 കുടുംബങ്ങളാണ് ഒറ്റയടിക്ക് കൂട്ടമായി എത്തിയിരിക്കുന്നത്. ഇവരെല്ലാം തന്നെയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള K. സോമൻ സ്വീകരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ BJP-യിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അതും ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒരുപോലെ കൂട്ടമായി ഇടതുപക്ഷവും വലതുപക്ഷവും ചായ്വുള്ള കുടുംബങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ BJP-യിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ആ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള BJP-യുടെ ഈ ഒരു മുന്നോട്ട് പോക്കെല്ലാം തന്നെ ഇടതിൽ നിന്നും വലതിൽ നിന്നുമുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകൾ അത് BJP വളരെ വലിയ തോതിൽ നേട്ടമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇപ്പോൾ കൂട്ടമായിട്ടുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകൾ BJP-യിലേക്ക് എത്തിച്ചേരുന്നത്. 24 കുടുംബങ്ങൾ BJP-യിലേക്ക് ഒറ്റയടിക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതും ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒരുപോലെ വന്നെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വളരെ അടുത്ത് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ഒരു മാറ്റങ്ങളൊക്കെ തന്നെയും അതും സ്വാധീനം കൂടിയ സ്ഥലങ്ങളിൽ BJP-ക്ക് സ്വാധീനം കൂടിയ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അട്ടിമറികളൊക്കെ തന്നെയും അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വളരെ വലിയ തോതിൽ തിരിച്ചടിയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ളത് വാസ്തവമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ വിജയസാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നിലവിലുണ്ട്, ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിൽ ഈ ഒരു കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ BJP-യിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തന്നെ വോട്ടായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടം BJP-യെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല. അത് തീർച്ചയായിട്ടും BJP-ക്ക് ഗുണകരമാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ BJP-ക്ക് നേട്ടമായി മാറും. അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് LDF-നും UDF-നും ഒരുപോലെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും കാത്തിരിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന തരത്തിലുള്ള കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും BJP-യിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് BJP-ക്ക് ഗുണകരമായി തന്നെ മാറുമോ, അത് വോട്ടായിട്ട് തന്നെ മാറുമോ എന്നുള്ളതും അത് LDF-നായാലും UDF-നായാലും ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുത്ത് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും തന്നെയാണ് അതിന് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. കാത്തിരിക്കണം, എന്തായിരിക്കും, എന്ത് തരം അട്ടിമറികളായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി.